الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. واحد في أسمائه، واحد في صفاته، واحد في ذاته، ليس كمثله شيء وهو السميع البصير. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وجعلنا نومكم سباتا. اتقوا الله عباد الله. ഏറ്റവും ആദരവ് നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമ്മുടെ കൽവറിയുന്ന, നമ്മുടെ മനസ്സറിയുന്ന, നമ്മെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന അർഹമവാഹിമീനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതത്തിനു വേണ്ടി സദാ പരിശ്രമിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഉപദേശിക്കുന്നു, ഗൗരവപൂർവ്വം വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളെ, ഏതൊരു മനുഷ്യന്റെയും ആഗ്രഹമാണ് സ്വന്തമായി ഒരു വീട് ഉണ്ടാക്കണം. ആ ഒരു ആഗ്രഹമില്ലാത്ത മനുഷ്യർ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവുകയില്ല. ഒരു വിദൂരമായ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും അല്പം ശരീരത്തിൽ ചെറിയൊരു പ്രയാസം അനുഭവപ്പെടുമ്പോഴുമെല്ലാം എനിക്ക് വിശ്രമിക്കുവാനൊരു വീടുണ്ടല്ലോ എന്നുള്ള ഒരു സമാധാനം മനുഷ്യരായ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും കിട്ടിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചു, വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതികും സകന. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളെ വിശ്രമസ്ഥാനമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് വിശ്വാസികളെ, ഇന്ന് നമ്മുടെ നാടുകളിൽ ഒരുപാട് ആളുകൾ വീട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എത്രയോ ആളുകൾ അതിനുവേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആ രൂപത്തിൽ കടന്നു പോകുമ്പോൾ ഒരു വിശ്വാസി എന്ന നിലക്ക് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്, അവിടെ നമ്മൾ മാറ്റിവെക്കേണ്ടുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ള ഒരു കൃത്യമായി കൊണ്ടുള്ള ഒരു അറിവ് വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകണം എന്നുള്ള നിർബന്ധമാണ്. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും ആളുകൾ വീട് വെക്കുമ്പോൾ ശ്രദ്ധിക്കാറുള്ളത് വലിയ ശല്യങ്ങളൊന്നുമില്ലാത്ത സ്ഥലമാണത്, അല്ലെങ്കിൽ എല്ലാവിധ സൗകര്യങ്ങൾക്കും അത് കാര്യമാണ്, പ്രശ്നങ്ങളൊന്നുമില്ല. ഇങ്ങനെയുള്ള ന്യായങ്ങളും കാരണങ്ങളും ഒക്കെ നോക്കി
സൗന്ദര്യത്തിനപ്പുറം ഒരു വിശ്വാസി എപ്പോഴും നോക്കേണ്ടതും ശ്രമിക്കേണ്ടതും അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുക്കുവാൻ ഉതകുന്ന രൂപത്തിലാണോ എന്റെ വീട് സ്ഥിതി ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്റെ റബ്ബിലേക്ക് എനിക്ക് കൂടുതൽ അടുക്കുവാനുള്ള സന്ദർഭത്തിലൂടെയാണോ ഞാൻ എന്റെ വീട് ഉണ്ടാക്കേണ്ടത് എന്നുള്ളൊരു ചിന്തയാണ് നമുക്കുണ്ടാകേണ്ടത്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒന്നാമത്തെ കാര്യം എന്നുള്ളത്, വീട് നിർമ്മിക്കുവാനുള്ള സ്ഥലം നമ്മൾ നോക്കുമ്പോൾ വിശ്വാസികളായ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അല്ലാഹുവിന്റെ ഭവനം അടുത്തുണ്ടോ എന്നുള്ളതാണ്. പടച്ച റബ്ബിന്റെ ഭവനത്തിൽ നിന്നുള്ള ബാങ്ക് എനിക്ക് കേൾക്കുവാൻ കഴിയുകയും ആ പള്ളിയിലേക്ക് പ്രത്യേകിച്ച് വിശിഷ്ട പുരുഷന്മാർക്ക് അവിടെ ജമാഅത്തായിട്ട് പങ്കെടുക്കുവാൻ സാധിക്കുന്ന രൂപത്തിൽ ഞാൻ എന്റെ വീട് നിർമ്മിക്കേണ്ടതുണ്ട് എന്നുള്ള ചിന്തയാണ് ആദ്യമായി ഒരു വീടുണ്ടാക്കുന്നവരുടെ മനസ്സിലുണ്ടാകേണ്ടത്. പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തെ ചിന്ത എന്നുള്ളത്, വീട് എന്നുള്ളത് വലിയ ഒരു സൗഭാഗ്യത്തിൽപ്പെട്ടതാണെങ്കിലും നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് എത്ര നാളാണ് ഞാൻ എന്റെ വീട്ടിലുണ്ടാവുക എന്ന് പറയാൻ കഴിയൂല. എന്റെ ഭാര്യയോട്, എന്റെ മക്കളോട്, എന്റെ മാതാപിതാക്കളോട്, തരുമണികളായി അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നൽകിയ എന്റെ സന്താനങ്ങളോട് എത്ര നാളാണ് ഞാൻ എന്റെ വീട്ടിലുണ്ടാവുക എന്ന് പറയാൻ നമുക്കാർക്കും സാധ്യമല്ല. അപ്പൊ ആ ഒരു സന്ദർഭത്തിൽ, വീട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ നമുക്കുണ്ടാകേണ്ടുന്ന ഒരു ചിന്തയാണ് പ്രിയപ്പെട്ടവരെ, ഈ വീട് വിട്ടുകൊണ്ട് എനിക്ക് ഖബറിലേക്ക് പോകേണ്ടതാണ്. ഒരു ബർസഖിയായ ജീവിതം എന്നെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു ചിന്തയാണ് പ്രിയപ്പെട്ടവരെ ഒരു വീട്ടിൽ നമ്മൾ താമസിക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ട ചിന്ത. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു പറയാണ്, മർറബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅന ഉസയ്യിനു ഹായിഫലി വഅന ഉമ്മി. അബ്ദുല്ലാഹ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ എന്റെ ഉമ്മയെ കൂടി എന്റെ വീടിന്റെ ചുമരിനെ ഇങ്ങനെ പൂശുമ്പോൾ, വൃത്തിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വീടിന്റെ അടുത്തുകൂടെ പോയി. പ്രിയപ്പെട്ടവരെ, നമ്മൾ ശ്രദ്ധിക്കണം, എത്രയെത്ര ആളുകളാണ് വീടിന്റെ പേര് പറഞ്ഞുകൊണ്ട് ലക്ഷക്കണക്കിന് സമ്പാദ്യങ്ങളെ ആ വീട്ടിൽ കൊണ്ടുപോയി ചെലവഴിക്കുന്നത്. വലിയ വലിയ വിലപിടിപ്പുള്ള പൂച്ചട്ടികളും കാണാൻ നല്ല ഭംഗിയുള്ള സൗകര്യങ്ങൾക്കുമാക്കി നമ്മൾ വീടിനെ നമ്മൾ അടിച്ചു പൊളിപ്പിടുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കേണ്ടത് ആ സമ്പത്ത് അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചാൽ, അല്ലാഹുവിന്റെ മാർഗത്തിൽ ഒരു പാവപ്പെട്ടവന് വീട് വെക്കാനെങ്കിലും നമ്മൾ കൊടുത്താൽ നാളെ പരലോകത്ത് നമുക്ക് വലിയൊരു ഗുണം അതുകൊണ്ട് കിട്ടും. സാധാരണ നമ്മളൊക്കെ പറയാറുള്ളത് ചൊല്ലുണ്ടല്ലോ, നമ്മൾ വീടിനെ അമിതമായി കൊണ്ട് എന്ത് ഡെക്കറേറ്റ് ചെയ്താലും അതൊന്നും തിരിച്ചു കിട്ടാത്തവയാണ് എന്ന്. എത്ര സത്യമാണ്! ആ ഒരു ചന്തവും മൂല്യം അവിടെ ഉണ്ടാകും. അതിനപ്പുറം നമുക്കായി ചെലവഴിച്ച ആ ഒരു സമ്പത്തുണ്ടല്ലോ, അത് നമുക്ക് തിരിച്ചു കിട്ടാത്തതാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ ശ്രമിക്കുകയാണ്. അദ്ദേഹം തന്റെ ചുമരിനെങ്ങനെ പൂശിക്കൊണ്ടിരിക്കുമ്പോ റസൂലുള്ളാഹി അലൈഹി വസല്ലം അടുത്തുകൂടെ പോയി. അപ്പോൾ റസൂലുള്ളാഹി അലൈഹി വസല്ലം ചോദിച്ചു, അബ്ദുല്ലാഹ്, എന്താണ് ഈ ചെയ്യുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, ശൈഉൻ മുസ്ലിഹു നബിയേ, ഞാൻ ഇതിനെ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ ഈ വീടിനെ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഖാല അൽ അംറു അസ്റഉ മിൻ ദാഖ, മരണം നിങ്ങൾക്ക് അതിനേക്കാൾ വേഗത്തിലാണ്, ആ മരണത്തെ നീ മറന്നു പോകണ്ട എന്നാണ്. 24 മണിക്കൂറും ഈ ദുനിയാവുമായി കൊണ്ടുള്ള ചിന്തയിലാണെങ്കിൽ അത് വേണ്ട, മരണപ്പെട്ടു പോകേണ്ടതുണ്ട് അബ്ദുള്ള. അതുകൊണ്ട് ആ ഒരു ചിന്തയും എന്റെ ജീവിതത്തിൽ ഉണ്ടായിക്കോട്ടെ എന്ന് മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയും. മറ്റൊരു സ്വഹാബി, ആ സ്വഹാബി തന്റെ വീടിന്റെ മുകളിൽ ഒരു കൊമ്പ പോലെ ഒന്നിങ്ങനെ നിർമ്മിച്ചു. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി അലൈഹി വസല്ലം പറയാണ്, അമാ ഇന്ന കുല്ല ബിനാഇൻ വബാലുൻ അലാ സ്വാഹിബിഹി, മനുഷ്യൻ നിർമ്മിച്ചിട്ടുണ്ടാക്കുന്ന ഓരോ ഭവനങ്ങളും അവന് നഷ്ടമാണ്. എന്തിനേറെ, അവന് ആവശ്യമായി വേണ്ടതൊക്കെ, ആവശ്യമുള്ളതൊക്കെ ആവശ്യത്തിനപ്പുറം അവന്
നഷ്ടമാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് വീട്ടിലൂടെ സുന്ദരമായി സന്തോഷത്തോടുകൂടി ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും പ്രിയപ്പെട്ടവരെ, നമുക്ക് നാളെ വരാനിരിക്കുന്ന ഖബർ എന്നുള്ള വീടിനെ കുറിച്ചിട്ടുള്ള ബോധമുണ്ടാകണം. ആ ഖബർ എങ്ങനെയാണ്? ആ ഖബർ എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, അത് ബൈത്തുൽ ഖുർബ, അത് അപരിചിതത്തിന്റെ വീടാണ്. നമുക്ക് ഇതുവരെ പരിചയമില്ല. നമ്മൾ കണ്ടിട്ടുണ്ടാകും, പക്ഷേ നമുക്കത് പരിചയമില്ല. അതുപോലെ തന്നെ ബൈത്തുൽ തുറാബ് മണ്ണിന്റെ വീടാണ്. അതുപോലെ ബൈത്തുൽ തൂബ് അത് പുഴുക്കൾ നിറഞ്ഞ വീടാണ്. ഇതൊക്കെ ഉള്ള ആ വീട്ടിലേക്ക് പോകേണ്ടുന്ന ചിന്ത നമുക്കുണ്ടാകണം നമ്മുടെ വീട്ടിൽ നമ്മൾ താമസിക്കുമ്പോൾ. പ്രിയപ്പെട്ടവരെ, ഇതിനർത്ഥം എന്ന് പറഞ്ഞാൽ ഒരു വിശാലമായ വീട് സൗകര്യം നമുക്ക് വേണ്ടതാണ്. ഈ പറഞ്ഞതിന്റെ അർത്ഥം വിശാലമായ വീട് നമുക്ക് വേണ്ടതാണോ? അല്ല. കുടുസായ വീട് നമ്മൾ നിർമ്മിക്കേണ്ടതില്ല. അത്യാവശ്യത്തിന് നമുക്ക് സന്തോഷിക്കുവാനും നമുക്ക് താമസിക്കുവാനും നമുക്ക് സൗകര്യപരമായ രൂപത്തിലൂടെ കടന്നു പോകുവാനും കഴിയുന്ന ഒരു വീടാണ് നമ്മൾ നിർമ്മിക്കേണ്ടത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വീടൊരു സൗഭാഗ്യമാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അർബഉ മിനസ് സആദ, 4 കാര്യങ്ങൾ സൗഭാഗ്യത്തിൽ പെട്ടതാണ്. ഏതൊക്കെയാണ് പ്രിയപ്പെട്ടവരെ ആ 4 കാര്യങ്ങൾ? അൽ മർഅതു സ്വാലിഹ, ഒന്നാമതായി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതിയത് ഒരു സ്വാലിഹത്തായ നല്ല ഒരു ഭാര്യയെ നിനക്ക് കിട്ടിയാൽ അതിന്റെ സൗഭാഗ്യമാണ്. ഓക്കെ, നിങ്ങൾ രണ്ടാമതായി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു വൽ മസ്കനുൽ വാസിഅ, കുറച്ചൊക്കെ വിശാലമായ രൂപത്തിലുള്ള ഒരു വീട്, താമസിക്കുവാനുള്ള ഒരു വീട്. അതുപോലെ മൂന്നാമതായി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വൽ ജാറു സ്വാലിഹ്, ഒരു നല്ല അയൽവാസി. എല്ലാം കൊണ്ടും നമുക്ക് സന്തോഷം നൽകുന്ന, നമ്മെ ബുദ്ധിമുട്ടിക്കാത്ത, നമുക്ക് ഏറ്റവും നന്നായി നമ്മുടെ രൂപത്തിൽ കടന്നു പോകുന്ന ഒരു അയൽവാസി നമുക്ക് കിട്ടിയെങ്കിൽ അത് സൗഭാഗ്യത്തിൽപ്പെട്ടതാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. നാലാമതായി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയത് വൽ മർകബുൽ ഹനീം, ഒരു നല്ല ഒരു വാഹനം. ഒരു നല്ല വാഹനം നിനക്കുണ്ടോ? അതിന്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും നീ നോക്കണ്ട, അതിന്റെ വലുപ്പവും ചെറുപ്പവും നീ നോക്കണ്ട. പ്രിയപ്പെട്ടവരെ, എന്റെ ജീവിതത്തിൽ അന്ന് നിനക്കൊരു വാഹനം നൽകിയിട്ടുണ്ടോ? അത് നിനക്ക് സൗഭാഗ്യമാണ്. അപ്പൊ 4 കാര്യങ്ങളാണ്: നല്ല ഒരു ഭാര്യ, അതുപോലെ ഒരു വിശാലമായ വീട്, ഒരു നല്ല അയൽവാസി, ഒരു വാഹനം. ഇതുണ്ടെങ്കിൽ അവന്റെ ജീവിതത്തിൽ സൗഭാഗ്യം എന്ന മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, വീട് നിർമ്മിക്കുമ്പോൾ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നറിയോ? ഇബാദത്തുകൾക്കായി ഒരു ഭാഗം നമ്മൾ ഒഴിച്ചിടണം. സാധാരണ നമ്മൾ ഡൈനിങ് ഹാളും, അതുപോലെ തന്നെ നമ്മൾ സിറ്റ് ഔട്ടും, അതുപോലെ തന്നെ ടോയ്ലറ്റും, പിന്നെ നമുക്ക് വിശ്രമിക്കുവാനുള്ള സ്ഥലവും ഒക്കെ നമ്മുടെ പ്ലാനിൽ നമ്മൾ കൊണ്ടുവരുമ്പോൾ ഒരു വിശ്വാസി അതിന്റെ ഇടയിൽ അവൻ ഓർത്തു വെക്കേണ്ടതും, അവനവന്റെ മകൾക്ക് വീടുണ്ടാക്കുമ്പോൾ, മകൾക്ക് വീടുണ്ടാക്കി കൊടുക്കുമ്പോൾ അവൻ ശ്രദ്ധിക്കേണ്ടതുമായ മറ്റൊരു കാര്യമാണ് ഇബാദത്തുകൾ ചെയ്യുവാനുള്ള ഒരു സ്ഥലം പ്രത്യേകമായി കൊണ്ടുണ്ടാക്കി വെക്കുക. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇത്ബാൻ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു, അയ്ന തുഹബ്ബീന അൻ ഉസല്ലി മിൻ ബൈതിക. ഇത്ബാൻ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, നിന്റെ ഈ വീട്ടിൽ വെച്ച് എവിടെ കൊണ്ട് നമസ്കരിക്കുവാനാണ് നീ ആഗ്രഹിക്കുന്നത്? ഞാൻ എന്റെ വീട്ടിൽ നിസ്കരിക്കുമ്പോ ഏത് സ്ഥലത്ത് വെച്ചുകൊണ്ട് നിസ്കരിക്കാനാണ് നീ ആഗ്രഹിക്കുന്നത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ ആ സ്വഹാബി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതിനുള്ള സ്ഥലം കാണിച്ചു കൊടുത്തു. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നമസ്കരിച്ചു. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ? അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യമാണ് പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, നിങ്ങൾ ബാത്റൂം ഉണ്ടാക്കുമ്പോൾ, ടോയ്ലറ്റുകൾ നിർമ്മിക്കുമ്പോൾ അതൊരിക്കലും ഖിബ്ലക്ക് അഭിമുഖമായോ പ്രതിമുഖമായോ ഉണ്ടാക്കാൻ പാടുള്ളതല്ല.
പ്രത്യേകമായ ഹദീസ് നമുക്ക് കാണാൻ കഴിയും. ഇദാ അതാ അഹദുകുമുൽ ഹായിദ വലാ യസ്തഖ്ബിൽ ഖിബ്ലത വലാ യുവലിഹാ വബിഹാ. നിങ്ങൾ ആരെങ്കിലും മലമൂത്ര വിസർജനത്തിന് ചെന്നാൽ നിങ്ങൾ ഒരിക്കലും കിബിലക്ക് അഭിമുഖമായി കൊണ്ടിരിക്കാൻ പാടില്ല. നമ്മുടെ വീട്ടിൽ നമ്മൾ നിർമ്മിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന വിഷയമാണ്. മറ്റു വശങ്ങളിലേക്ക് മറ്റുള്ള ഭാഗത്തിലേക്ക് നിങ്ങൾ മാറിയിരിക്കണം. ഈ ഒരു കാര്യം പ്രത്യേകമായിക്കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യമാണ് പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല കാലങ്ങളോളം നമ്മൾ കാത്തിരുന്ന് നമ്മളുണ്ടാക്കിയ സമ്പത്തുകളെല്ലാം മാറ്റിവെച്ച് എത്രയോ ആളുകൾ വളരെ പ്രതീക്ഷയോടുകൂടി ഉണ്ടാക്കിയതാകും അവരുടെ വീടുകൾ, അല്ലേ? ആ വീട് അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നൽകിയ ഒരു നിഅമത്താണ് എന്നുള്ളൊരു ബോധം നമുക്കുണ്ടാകണം. എപ്പോഴും അന്ന് നൽകിയത് തൃപ്തിപ്പെട്ടുകൊണ്ടുള്ള ഒരു ജീവിതമാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ഉണ്ടാകേണ്ടത്. മറ്റുള്ളവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത അഭിവൃദ്ധിയിൽ സങ്കടപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകളുണ്ട്. പഠിച്ചോനെ, അവന്റെ വീട് 2-3 നില വീടാണല്ലോ, എനിക്ക് അത്ര ഒന്നും ഇല്ലല്ലോ എന്ന് കരുതി സങ്കടപ്പെട്ടുകൊണ്ട് കഴിയുന്ന ആളുകൾ. അതിന്റെ ആവശ്യമില്ല. അതാണ് റസൂൽ പറഞ്ഞില്ലേ, നിങ്ങൾ നിങ്ങളെക്കാൾ താഴ്ന്നവരിലേക്ക് നിങ്ങൾ നോക്കി. ഒരു വീടില്ലാത്ത ആളിലേക്ക് നോക്കിയാൽ നമ്മുടെ ഏറ്റവും വലിയ ധന്യനായിട്ട് മാറും, അല്ലേ? റോഡിന്റെ ഈ വശങ്ങളിലായി കിടന്നുറങ്ങുന്ന ആളുകളുണ്ട്. അവരിലേക്ക് നോക്കിയാൽ അന്ന് നമുക്ക് നൽകിയ നിഅമത്ത് വിശാലമായി പ്രിയപ്പെട്ടവരെ, ആ രൂപത്തിൽ നമ്മൾ ചിന്തിക്കുക. അതുപോലെ എല്ലാവിധ ശിർക്കൻ പ്രവർത്തനങ്ങളിൽ നിന്നും എല്ലാ വിദഗ്ധത്തിന്റെ മേഖലകളിൽ നിന്നും കൃത്യമായി കൊണ്ട് നമ്മൾ മാറി നിൽക്കുക. ഇപ്പൊ വീടുണ്ടാക്കുന്ന ആളുകൾ പലപ്പോഴും നമ്മുടെ വീട്ടിലൊക്കെ കാണാനുള്ള ഒരു സംഭവമാണ് ഒരു പാല് കാച്ചൽ ചടങ്ങ് എന്നുള്ളത്. യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ദീനുൽ ഇസ്ലാം അങ്ങനെ ഒരു പ്രത്യേകമായി കൊണ്ട് നമ്മൾ പഠിപ്പിച്ചിട്ടില്ല. അത് ബഹുദൈവാരാധകരിൽ നിന്ന് അധിഷ്ഠിതമായി കടന്നു വന്നതാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ വാസ്തുശാസ്ത്രം എന്നുള്ള ഒരു പുസ്തകമുണ്ട്. അതിലെ 195-196 പേജുകളിൽ അതിന്റെ വിശദ വിവരങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതൊക്കെ നമ്മുടെ ആളുകൾ എന്ത് കൃത്യമായിട്ടുണ്ട് കണ്ടെടുക്കും. അത് എല്ലാ വിഷയത്തിലും അങ്ങനെയാണ്. അല്ലാഹു നമ്മുടെ ഉമ്മത്തിനെ കാത്തിരക്ഷിക്കുമാണ്. പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ അന്നവിടെ ആളുകൾ എന്ത് ചെയ്യാണ്? അന്നവിടെ വെച്ചുകൊണ്ട് സുബഹി നമസ്കാരം ജമാഅത്തായിക്കൊണ്ട് നിർവഹിക്കുകയാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ പള്ളിയിലെ ഇമാമടക്കം വന്നുകൊണ്ട് പ്രത്യേകിച്ച് ആളുകൾ പള്ളിയിലേക്ക് ക്ഷണിക്കേണ്ടതിന് പകരം അന്ന് എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് വീട്ടിൽ വെച്ചുകൊണ്ടാണ് അന്നവിടെ സുബഹി ജമാഅത്ത് നടത്തുക. അത് അതിലും വലിയ തെറ്റ്. പള്ളിയിൽ പോയി നമസ്കരിക്കേണ്ടുന്ന മുഅ്മിനുകളായ മുവഹ്ഹിദുകളായ നമ്മൾ ആ ഒരു ദിവസം അവിടെ പോയിട്ടാണ് നമ്മൾ ജമാഅത്തായിട്ട് നിർവഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ആ രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാറ്റി വന്നു. പരിശുദ്ധ ദീനുൽ ഇസ്ലാം ക്ലിയറാണ്. എത്രത്തോളം നമ്മുടെ മാലകളും മൗലീദുകളും ചെല്ലുന്ന ആളുകൾ, അല്ലേ? സിർക്കൻ വരികള്, മാലപ്പാട്ടുകൾ ചെല്ലുന്ന ആളുകൾ, മദ്ഹലെ എന്നുള്ള പേര് പറഞ്ഞ് ആ രൂപത്തിൽ അതിനെ കൊണ്ടുനിൽക്കുന്ന ആളുകൾ, ഇതൊക്കെ സ്വാഭാവികമായും ഒരു വീട്ടിൽ വെച്ച് ചെയ്യുമ്പോഴുള്ള പ്രശ്നം ഉണ്ടാകും. പറയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ബറക്കത്ത് ആ വീട്ടിലുണ്ടാവുക. എത്ര അർത്ഥമുള്ളതാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ വലത് കാലിൽ വെച്ച് ബിസ്മില്ലാഹ് വെച്ചുകൊണ്ട് നിങ്ങൾ പ്രവേശിക്കുക. നിങ്ങളുടെ വാതിലുകൾ നിങ്ങൾ അടച്ചിടുക. അതടക്കുമ്പോൾ ബിസ്മില്ലാഹ് ചൊല്ലുക. അങ്ങനെ നിങ്ങൾ ചെയ്താൽ പിശാചുക്കൾക്ക് അന്ന് ഒരു സ്ഥാനമില്ല എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ട്. പ്രിയപ്പെട്ടവരെ, എത്ര അതുപോലെ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. രാത്രികാലങ്ങളിൽ നിങ്ങൾ കിടന്നുറങ്ങാൻ നിൽക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾ നിങ്ങളുടെ വിളക്കുകളെല്ലാം നിങ്ങൾ അടച്ചു വെക്കണമെന്ന് പഠിപ്പിച്ച മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ നമ്മളോടുള്ള സ്നേഹത്തിന്റെ വിശാലത എത്രത്തോളം കൊണ്ട് പ്രിയപ്പെട്ടവരെ. ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ചെറുതാകട്ടെ വലുതാകട്ടെ, വിശാലമാകട്ടെ പ്രാധാന്യമുള്ള വിഷയമാകട്ടെ പഠിപ്പിക്കുമ്പോൾ അതൊന്നും എനിക്ക് വേണ്ട എന്നുള്ള രൂപത്തിൽ വീണ്ടും വീണ്ടും നമ്മൾ പിറകോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നാളെ പരലോകത്ത്
നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? ആലോചിച്ചൊക്കെ അല്ലേ? അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിഷയം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ജീവിതത്തിൽ കൊണ്ടുവരാൻ നമ്മുടെ ബാധ്യതയാണ്. അത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള നമ്മുടെ സ്നേഹത്തിന്റെ അടയാളമാണ് പ്രിയപ്പെട്ടവരെ എന്ന് നമ്മൾ കൃത്യമായി കൊണ്ട് നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വീട്ടിൽ നിന്ന് നമുക്ക് നൽകുന്ന ഓരോ അനുഗ്രഹങ്ങളും കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ നമ്മളോട് ചോദ്യം ചെയ്യും. ഒരു സംശയമില്ല പ്രിയപ്പെട്ടവരെ, കുടുംബക്കാരോട് ഈ മേശകളിൽ വിശാലമായ ഭക്ഷണം നമ്മൾ കഴിക്കുമ്പോൾ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളാണ് വിശന്നെത്തിയ വയറുമായി ദിവസങ്ങളെ തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്നത്. ആ വീട്ടിൽ വെച്ച് നമ്മുടെ നമ്മുടെ സംസ്കാരം നമ്മൾ നിർവഹിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഖുർആൻ പാരായണം ഉണ്ടാകണം, അവിടെ ദിക്റുകൾ ഉണ്ടാകണം, അവിടെ ഇസ്ലാമിന്റെ അന്തരീക്ഷങ്ങൾ നടമാടിക്കൊണ്ടിരിക്കണം. മാത്രമല്ല അവിടെ ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇപ്പൊ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോ ആദ്യം ഉപ്പ വന്നിരിക്കും, പിന്നെ മക്കൾ വന്നിരിക്കും, പിന്നെ കുറെ കഴിഞ്ഞിട്ട് ഭാര്യ വന്നിരിക്കും. അങ്ങനെയല്ല, എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചാൽ അതിൽ പോലും ബർക്കത്തുണ്ട് എന്ന് മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വലത് കൈ കൊണ്ട് വെള്ളം കുടിക്കാത്ത മകനെ കണ്ടാൽ മകളെ കണ്ടാൽ പറഞ്ഞു കൊടുക്കാൻ മാതാപിതാക്കളെ നമുക്ക് സാധ്യമാക്കണം. അവനെ ഇടത് കൈ കൊണ്ടല്ല വലത് കൈ കൊണ്ട് വെള്ളം കുടിക്കുകയെന്ന് കൃത്യമായി കൊണ്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വിസ്മി ചൊല്ലേണ്ടുന്ന സന്ദർഭങ്ങൾ ഒരു കുടുംബ തന്നെ നമ്മൾ നിർവഹിച്ച് കൂടുതൽ വിശദീകരിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ആ ഒരു നിഅമത്ത്, ആ വീടിൽ നിന്നുള്ള ആ ഒരു നിഅമത്ത് നാളെ പടച്ച റബ്ബ് നമ്മളോട് കൃത്യമായിട്ട് അതിനെക്കുറിച്ച് ചോദിക്കും. അതിലേക്ക് നമ്മൾ ഉണ്ടാക്കുന്ന നമ്മുടെ വരുമാനം, ഉണ്ടാക്കുന്ന നമ്മുടെ ഇൻകമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ട രൂപത്തിലായെങ്കിൽ ആ പരലോകത്ത് വലിയ പ്രയാസത്തിൽ നമ്മൾ ഓരോരുത്തരും അകപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആ വീട്ടിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ, വീട് കൂട്ടി പോരുമ്പോൾ അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥന പ്രിയപ്പെട്ടവരെ നമ്മൾ ചൊല്ലാറുണ്ടോ? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. സുന്ദരമായ അർത്ഥവിശാലതയുള്ള ചെറിയ ഒരു പ്രാർത്ഥന നമ്മൾ ആരെങ്കിലും ചൊല്ലാറുണ്ടോ പ്രിയപ്പെട്ടവരെ? ഇല്ല എങ്കിൽ നമ്മൾ തുടങ്ങേണ്ടതുണ്ട്. ഈ വക വിഷയങ്ങളെല്ലാം നമ്മൾ കൃത്യമായി കൊണ്ട് ശ്രദ്ധിക്കുക, മനസ്സിലാക്കുക. വീടുണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ഈ മര്യാദകളെല്ലാം കൃത്യമായി കൊണ്ട് പാലിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ ഇസ്ലാമിനെ പൂർണ്ണമായി പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് حمدا كثيرا طيبا مباركا فيه. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد. ايها الناس اوصيكم واياي ثاني بتقوى. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അവന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് പ്രത്യേകമായി ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഇസ്ലാം നമ്മുടെ പരലോക രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിച്ചു. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും ആളുകൾ പുതിയ വീടുകൾ ഉണ്ടാക്കി. ആ സന്ദർഭങ്ങളിലെല്ലാം അവർ സ്വീകരിച്ച നയങ്ങൾ, അവർ സ്വീകരിച്ച മാർഗങ്ങൾ, അത് ഇസ്ലാം പഠിപ്പിച്ച രൂപത്തിലുള്ള നയങ്ങൾ.
ഈ ഒരു സന്ദർഭത്തിൽ ഒരു വീട് കൂടൽ ചടങ്ങ് എന്നുള്ള രൂപത്തിൽ നമുക്കൊക്കെ ചെയ്യാനുള്ള ഏറ്റവും വലിയൊരു കാര്യം എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ആ വീട് എന്നുള്ള അനുഗ്രഹത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഹംദ് പറഞ്ഞ് ശുക്ർ ചെയ്ത് ആ പടച്ചവന്റെ അനുഗ്രഹത്തിന് നന്ദി കാണിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളത് മാത്രമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എത്രയോ ആളുകൾ ആവശ്യത്തിലധികം സമ്പത്തിനെ വീടിന്റെ മുകളിൽ ചെലവഴിക്കുന്ന ആളുകളുണ്ട്. നമ്മുടെ വീട്ടിലേക്ക് കയറി പോകുന്ന ഭാഗത്ത് 10,000-കണക്കിന് വിലമതിപ്പുള്ള പൂച്ചെട്ടികൾ കൊണ്ടുപോയി വെച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ. അതവിടെ ഇല്ലാന്ന് വെച്ചിട്ട് നമ്മുടെ വീടിന് ഒരു വർഗത്തിന്റെ കുറവില്ല. ഒരു പക്ഷേ നമ്മൾ മേടിച്ച ആ പൂച്ചട്ടിയുടെ തുക ഒരു വീടില്ലാത്തവർക്ക് നമ്മൾ ഹദിയയായി അള്ളാന്റെ മാർഗത്തിൽ കൊടുത്താൽ അള്ളാന്റെ അടുക്കലിൽ നമുക്ക് കിട്ടുന്ന പ്രതിഫലം എത്രയായിരിക്കും? നമ്മൾ ഗൗരവത്തോട് മറ്റ് ഏറ്റവും കൂടുതൽ നമ്മൾ ചിന്തിക്കേണ്ടത് വിഷയം എന്താണെന്നറിയോ? ആ വീട് ആദർശ കുടുംബമാക്കി മാറ്റാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധ്യമാക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ നരകത്തിൽ നിന്ന് കാക്കണമെന്നല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. നിങ്ങളെയും നിങ്ങളുടെ കുടുംബക്കാരെയും നിങ്ങൾ ആ കത്തിയെരിയുന്ന നരകത്തിൽ നിന്ന് നിങ്ങൾ കാത്തിരക്ഷിക്കണം. അവിടെ ഇന്ധനമായി കത്തിക്കപ്പെടുന്നത് മനുഷ്യരെയാണ്, കല്ലുകളെയാണ്. അവിടെയുള്ള മലക്കുകളുടെ പ്രത്യേകത പോലും അർഹമുറാഹിമീനായ നാഥൻ മനുഷ്യരാശിയോട് വിളിച്ചു പറഞ്ഞു, കഠിന ഹൃദയരായിക്കൊണ്ടുള്ള മലക്കുകൾ പടച്ചറപ്പ് എന്തൊന്ന് കൽപ്പിച്ചുവോ അത് കൃത്യമായി ജീവിതത്തിൽ അത് കൃത്യമായി പാലിക്കുന്ന മലക്കുകൾ. മുഖ്യങ്ങൾ പ്രിയപ്പെട്ടവരെ, ആ മലക്കുകളാണ് നരകത്തിന്റെ കാവൽക്കാരായി നാളെ നമ്മെ കാത്തിരിക്കുന്നത് എങ്കിൽ സ്വർഗത്തിന് വേണ്ടി നമ്മൾ എന്തുണ്ടാക്കി? സ്വർഗത്തിന് വേണ്ടി നമ്മൾ എന്തുണ്ടാക്കി? നമ്മുടെ കുടുംബക്കാരെ നാളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് സാധ്യമാകുമോ? നമ്മുടെ മക്കൾ ഇസ്ലാമിക രൂപത്തിലുള്ള ചിന്തയിലാണോ വളരുന്നത്? നമ്മുടെ മാതാപിതാക്കളോട് നമുക്കുള്ള ബാധ്യതകളെ നമ്മൾ നിർവഹിക്കാറുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഒരു വീട് എന്നുള്ള ഒരു നിഅമത്ത് നമുക്ക് നൽകുമ്പോ ആ വീട്ടിലുള്ള അന്യങ്ങളെ കുറിച്ചിട്ടുള്ള കൃത്യമായ ഒരു ബോധവും ഉത്തരവാദിത്വവും നമുക്കുണ്ടാകേണ്ടതുണ്ട്. മക്കളെ കുറിച്ച് ചോദിക്കും, ഭാര്യയെ കുറിച്ച് ചോദിക്കും, മാതാപിതാക്കളെ കുറിച്ച് ചോദിക്കും, ഭർത്താവിനെ കുറിച്ച് ചോദിക്കും. എല്ലാത്തിനെ കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ നമ്മളോട് കൃത്യമായി കൊണ്ട് ചോദിക്കും. അതാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത് വിഷയമാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഉത്തരവാദിത്ത ബോധത്തോടുകൂടി കർമ്മങ്ങളെ നമ്മൾ കൊണ്ടുപോവുക. ബിസ്മില്ലാഹ് എന്ന് ചൊല്ലി ഒരു കാല് വെച്ചുകൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധ്യമാകണം. അതവുകളെ പാലിക്കുവാൻ നമുക്ക് സാധ്യമാകണം. സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊക്കെ വിഷയങ്ങൾ മുടി ചീകുന്ന വിഷയത്തിലും അതുപോലെ തന്നെ ശുദ്ധീകരിക്കുന്ന വിഷയത്തിൽ മറ്റുള്ള ഏത് കാര്യങ്ങളിലുമെല്ലാം അധികവും വലതിന് മുന്തിക്കുന്നതായിട്ടുള്ള പല ഹദീസുകൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. വലതിന് മുന്തിക്കുക, വലത് കാല് വെച്ച് നമ്മുടെ വീട്ടിലേക്ക് വിശ്വസിച്ചുകൊണ്ട് കയറാൻ നമുക്ക് സാധ്യമാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വീടുകളിൽ അല്ലാഹു എല്ലാവിധ ബർക്കത്തുകളും പ്രദാനം ചെയ്താൽ നമ്മിൽ നിന്ന് വന്നുപോയ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകണം. ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ കേൾക്കുമ്പോൾ അത് കൃത്യമായി ജീവിതത്തിൽ പുലർത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകണം. അല്ലാഹു നമ്മുടെ കർമ്മങ്ങൾ നമ്മിൽ ഇഖ്ലാസോടുകൂടി സ്വീകരിക്കുമാറാകണം. നമ്മളിൽ മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ അയൽവാസികൾ, നമുക്ക് ഇൽമു പറഞ്ഞു തന്ന അധ്യാപകന്മാർ, അവരുടെ കബറിടം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമായി കൊടുക്കുമാറാകട്ടെ. വീട് എന്നുള്ള അനുഗ്രഹത്തിൽ തൃപ്തിയടയുവാൻ അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളെ ഭംഗിയായി നിർവഹിക്കുവാനുള്ള നല്ല മനസ്സ് നൽകി പടച്ചറപ്പ് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات
الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين الحمد لله